നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ചുരുക്കി പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ സോഫ്റ്റ്വെയറിന് ഉപയോഗിക്കുന്ന ചില ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജസ് വഴിയാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. അതിൽ മെയിനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജാവ, പൈത്തൺ, C++ ഒക്കെയാണ്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പൈത്തനാണ്. പൈത്തണിൽ തന്നെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് പിക്ടോ ബ്ലോക്സ് എന്നാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഒരു അലാറം ക്ലോക്ക് ഇതിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, ഒരു അലാറം ക്ലോക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂൾ റിസോഴ്സിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ഹോമിൽ സ്കൂൾ റിസോഴ്സസ് എടുക്കുക. സ്കൂൾ റിസോഴ്സ് എടുക്കുക, അതിൽ ക്ലാസ് 9 എടുക്കുക. അതിൽ അലാറം ക്ലോക്കിൽ ഇവിടെ അലാറം ക്ലോക്ക് .html ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ് ബ്രൗസറിലാണ് തുറന്നു വരുന്നത്, നെറ്റിൽ തുറന്നു വരുന്ന പോലെ ഒരു പേജിലാണ് തുറന്നു വരുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇതിൽ ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ ആപ്പിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഒരു ക്ലിക്ക് ടു സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഗ്രീൻ ഫ്ലാഗാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ സിസ്റ്റത്തിൻ്റെ ടൈം അതുപോലെ കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ 7:34 സമയം തന്നേക്കുന്നത്. ഇത് 24 മണിക്കൂർ ഫോർമാറ്റാണ്. ഈ മുകളിൽ കാണുന്നുണ്ടാവും 19:34. ഇനി നമുക്കിതിനകത്തൊരു അലാറം സെറ്റ് ചെയ്യാനായി ഈ ഒരു സോഫ്റ്റ്വെയറിൽ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ അലാറം എന്നൊരു ഭാഗമുണ്ട്. ആ അലാറത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എൻ്റർ അവർ ഇൻ 24 hours, മണിക്കൂർ 24 മണിക്കൂറിൻ്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ നമ്മളിത് വൈകുന്നേരം ആയതുകൊണ്ട് 19 എന്നാണ് ടൈം. അപ്പോൾ 7 മണി എന്നുള്ളത് നമ്മളിവിടെ 19 എന്ന് തന്നെ കൊടുക്കണം. 19 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഇവിടെ ടൈം മിനിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 35 36 കൊടുക്കുകയാണ്, എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മുടെ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 25 സെക്കൻഡ് ബാക്കിയുണ്ട്. ആ 25 സെക്കൻഡ് കഴിയുമ്പോൾ ഏകദേശം ടൈം, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടൈം 19:36 36 നമ്മുടെ അലാറം അടിക്കണം. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ച് വെച്ചേക്കാണ്, ഫുൾ സൗണ്ട് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഏകദേശം 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ അലാറം അടിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ അലാറം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ അലാറം തന്നെ നമ്മൾ നിർമ്മിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പിക്ടോ ബ്ലോക്സ് തുറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി താഴെ ഷോ ആപ്ലിക്കേഷൻസ് എടുക്കുക. ഏറ്റവും ടോപ്പിൽ പിക്ടോ ബ്ലോക്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതൊരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ലാഗ് വരാൻ സാധ്യതയുണ്ട്. പിക്ടോ ബ്ലോക്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്നു വരുന്നുണ്ട്. നമ്മളിതിനകത്ത് 2 തരം കാര്യങ്ങളാണ് പഠിക്കുന്നത്, ബ്ലോക്ക് കോഡിങ്ങും പൈത്തൺ കോഡിങ്ങുമാണ്. പൈത്തൺ കോഡിങ് തന്നെ 2ആയിട്ടാണ്, ബ്ലോക്ക് കോഡിങ് എന്ന് പറയും. എന്താണെന്നുള്ളത് ഇതിൽ കാണിച്ചു തരാം. ഇതിൽ ഈ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ 2 ഓപ്ഷനായിട്ട് കാണിക്കും. നമ്മൾ ബ്ലോക്ക് കോഡിംഗ് ആണോ അല്ലെങ്കിൽ പൈത്തൺ ആണോ എന്നുള്ളത് ചോദിക്കും. അതിൻ്റെ വ്യത്യാസം നമുക്ക് ബ്ലോക്ക് കോഡിങ്ങും പൈത്തണും കോഡിങ്ങും ഉണ്ട്. നമുക്ക് വേണ്ടത് ബ്ലോക്ക് കോഡിംഗ് ആണ്. ഇപ്പോൾ രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ബ്ലോക്ക് കോഡിങ് ക്ലിക്ക് ചെയ്യാം. ഈ ഇടത് ഭാഗത്ത് കുറേ ഓപ്ഷൻസ് ഇതിൽ തന്നിട്ടുണ്ട്. ഇത് ഉദാഹരണത്തിന് നമ്മുടെ ഈ ഇടത് ഭാഗത്ത് മോഷൻ എന്ന് കാണാം, കണ്ടോ? ഇതിൽ മൂവ് 10 സ്റ്റെപ്സ് എന്താ ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇതൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ ജോലി മൂവ് 10 സ്റ്റെപ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിന് അവിടെ ഉണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യുക. എത്ര സ്റ്റെപ്പ്? 10 സ്റ്റെപ്പ്. അതാണ് അതിൻ്റെ ജോലി. അതിന് പകരം നമ്മൾ പൈത്തൺ കോഡിംഗ് ആണ് വരുന്നതെങ്കിൽ അത് കോഡ് നീങ്ങാനുള്ള എല്ലാ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് വ്യത്യാസം അതാണ്. ഈ ഒരു ബ്ലോക്കിന് ഇന്ന ജോലി മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്കത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് കോഡിംഗ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ അലാറം ക്ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വലത് ഭാഗത്ത് ഒരു കരയുടെ ഒരു ചിഹ്നമുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോ. അപ്പോൾ നമുക്കിതിനെ ആവശ്യമില്ല, സ്പ്രൈറ്റ് എന്നാണ് ഇതിനെ പറയുക. ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ ഈ താഴെ ഇവിടെ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം.
ഇനി നമുക്ക് അലാറം ക്ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അലാറം ക്ലോക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉൾപ്പെടുത്താൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലത് ഭാഗത്ത് നോക്കിയാൽ ഇവിടെ സ്റ്റേജ് കാണാം, പിന്നെ ഇവിടെ സ്പ്രൈറ്റും കാണാം. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പ്രത്യേകം പറയണില്ല. ഇതിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഉൾപ്പെടുത്തുന്ന ഈ ഒരു അലാറം ക്ലോക്കിന് സൂചികൾ 3ഉം 4ഉം ഉണ്ട്. അപ്പോൾ ഈ സൂചികൾ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ ബട്ടണും എല്ലാം കൂടി ആകുമ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഈ സ്റ്റേജ് കൊടുത്താൽ നമുക്കതിൻ്റെ സെലക്ഷൻ വരില്ല. അപ്പോൾ സെലക്ഷൻ വരാതെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സൂചികൾ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ സെലക്ട് ചെയ്യണ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും മുകളിലെത്തുകയും സൂചികൾ ബാക്കിലായി പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്കൊന്നും കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വലതുഭാഗത്ത് സ്റ്റേജ് കാണാം. ഈ സ്റ്റേജിൻ്റെ ഏറ്റവും താഴെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ്. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ clock.png എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ക്ലോക്ക് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സൂചികളാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതാണ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ഭാഗം. ഈ സ്പ്രൈറ്റിൻ്റെ ഇവിടെ ഒരു ക്രെഡിറ്റ് ചിഹ്നമുണ്ട്. അതിന് ചൂസ് എ സ്പ്രൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും മുകളിൽ അപ്ലോഡ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഇതിൽ അവറുണ്ട്, മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്. അവർ ഹാൻഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇനി ഇതിലെ ഇങ്ങനെ ഒരു ബോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇൻറ്റു കൊടുത്താൽ അത് ക്ലോസ് ആവും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് സ്പ്രൈറ്റ് ഡിലീറ്റ് ചെയ്തു, അവർ ഹാൻഡിൽ ഉൾപ്പെടുത്തുക, അതിൻ്റെ സൈസ് 50 ആക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സൈസ് കുറയ്ക്കാം. ഇവിടെ ഒരു സൈസ് കാണാനുണ്ട്, ഇത് 50 ആക്കുക, രണ്ടടിക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ അവർ ഹാൻഡിൽ ചെറുതായിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ഇവിടെ നീക്കി വെക്കണമെന്നില്ല, വേണമെങ്കിൽ നീക്കി വെക്കാം. നീക്കി വെച്ചാലും വീണ്ടും ചെയ്യേണ്ടി വരും. പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ടാവും ഇതിന്. നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കിയാൽ പെട്ടെന്ന് വരണമെന്നില്ല, ചെറിയൊരു ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ പിവറ്റ് പോയിൻ്റ് എന്ന് പറയും, തിരിയുന്ന ഭാഗം. ഈ കാണുന്നതാണ് അതിൻ്റെ തിരിയുന്ന ഭാഗം. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു പ്ലസ്, സർക്കിളിലുള്ളൊരു പ്ലസ് കാണാം, ഇതാണ് പിവറ്റ് പോയിൻ്റ്. അപ്പോൾ പൊതുവേ ഇതിൻ്റെയൊക്കെ പിവറ്റ് പോയിൻ്റ് ഈ ഒരു സെൻട്രലായിട്ടാണ് വരിക. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം, ക്ലോക്കല്ലേ, അതിൻ്റെ പിവറ്റ് പോയിൻ്റ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ സെലക്ട് ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ്റെ ഉള്ളിൽ വരണം ഇത് മൊത്തം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സെലക്ട് ചെയ്യണം. ഇങ്ങനെ ഈ സൈഡ് ചേർത്ത് സെലക്ട് ആക്കരുത്, കുറച്ച് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് മൗസിൽ നിന്ന് കൈ എടുക്കരുത്, ഇങ്ങനെ മെല്ലെ വലത്തേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ഷൻ കിട്ടും. ഇനി നമ്മൾ എന്ത് വെച്ചാൽ ഇങ്ങനെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് മെല്ലെ ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ ആ പിവറ്റ് പോയിൻ്റ് ഈ മഞ്ഞയുടെ ഉള്ളിലേക്ക് ആക്കണം. തിരിയുന്ന ഭാഗം അവിടെ ആയതുകൊണ്ട് നമ്മളവിടെ ആക്കുന്നു. ഇത്രയേ ഉള്ളൂ പിവറ്റ് പോയിൻറ്റിൻ്റെ. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വിൻഡോയിലും എന്ത് ചെയ്യണം, ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെക്കണം. ഇവിടെ നീക്കി വെക്കുന്നതുകൊണ്ട് അതിൻ്റെ പിവറ്റ് പോയിൻ്റ് ഒന്നും മാറില്ല. ഇനി അടുത്തത് ഇതേപോലെ അവർ ഹാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ മിനിറ്റ് ഹാൻഡിലും സെക്കൻഡ് ഹാൻഡിലും. മണിക്കൂറിൻ്റെ സൂചി ഇപ്പോൾ ഉൾപ്പെടുത്തി, ഇനി അടുത്തത് മിനിറ്റും സെക്കൻഡും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതേപോലെ സ്പ്രൈറ്റ്, അപ്ലോഡ് സ്പ്രൈറ്റ് എടുക്കുക. പിന്നെ മിനിറ്റ് ഹാൻഡിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൈസ് ഇതേപോലെ 50 ആക്കി. എന്നിട്ട് ഇതിനെ മെല്ലെ ഇവിടെ കൊണ്ടുവച്ചു. ഇനി ഇതിനെ അതേപോലെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പിവറ്റ് പോയിൻ്റ് ഇവിടെ ആക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും ഇതേപോലെ സെൻട്രലാക്കി വെക്കുക. ഇനി നമുക്കിവിടെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ മണിക്കൂർ സൂചിയും
മിനിറ്റിൻ്റെ സൂചിക ഒരേപോലെ മുകളിൽ വരും. അപ്പോൾ ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈസിൻ്റെ വലതുഭാഗത്ത് ഡയറക്ഷൻ കാണാം. പിവറ്റ് പോയിൻ്റ് മാറ്റിയതിന് ശേഷം ഈ ഡയറക്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ 90ൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ചാർട്ട് വരും. ഈ ചാർട്ടിൻ്റെ ഈ ഒരു വലത്തോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്ത് മെല്ലെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്കിൻ്റെ പിവറ്റ് പോയിൻ്റ് അനുസരിച്ചിട്ട് തിരിയുന്ന കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു ലേശം തിരിച്ച് വെക്കുക, നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പുറത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് ഇനി ഉൾപ്പെടുത്താനുള്ളത് സെക്കൻഡ് സൂചിയാണ്. അത് ഇതേപോലെ ക്ലിക്ക് ചെയ്തു, അപ്ലോഡ് സ്പ്രൈറ്റ് എടുത്തു, സെക്കൻഡ് ഹാൻഡിലെടുത്തു, ഓപ്പൺ കൊടുത്തു. ഇനി ഇതും അതേപോലെ സൈസ് 50 ആക്കുക, 2 അടിക്കുക. ഇനി ഞാനിത് മെല്ലെ ഇവിടെ കൊണ്ടുവച്ചു. ഇനി നമുക്കിതിന് വീണ്ടും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഇതേപോലെ പിവറ്റ് പോയിൻ്റ് ഇവിടെ ആക്കുന്നു. ഇത് അതേപോലെ നമുക്കൊന്ന് തിരിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, കുറച്ച് നീക്കി വെച്ചു. വീണ്ടും അതേപോലെ ഒന്ന് ഓക്കെ. ഇനി ഇതിൽ പറയുന്നത് നമുക്ക് കോഡിങ് കൊടുക്കാറുണ്ട്. കോഡിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇതിൽ പറയുന്നത്. നമുക്കിതിൽ സെക്കൻഡ് സൂചിയുടെ ആണ് ആദ്യം കോഡിങ് കൊടുക്കേണ്ടത്. സെക്കൻഡ് സൂചി എങ്ങനെ തിരിയണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു സർക്കിളിൻ്റെ മൊത്തം ഡിഗ്രി 360ആണ്. ഒരു സെക്കൻഡ് സൂചി 60 തവണ എന്ത് ചെയ്യേണ്ടത്, തിരിയണം. അപ്പോൾ 360നെ 60 കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 6 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് ഈ 6 ഡിഗ്രി വെച്ചിട്ട് 60 തവണ തിരിഞ്ഞാൽ 360 ഡിഗ്രി കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അവിടെ കോഡിങ് ഇവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് സൂചിയുടെ ഇതേപോലെ വെൻ ക്ലിക്ക്ഡ്, ഫോർ അവർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്കതിന് ഇടത് ഭാഗത്ത് ബ്ലോക്സ് എന്നൊരു ഭാഗം കാണാം. ഈ ബ്ലോക്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ തന്നേക്കുന്ന കോഡുകൾ 1 2 3 4 ബോക്സുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വെൻ ക്ലിക്ക്ഡ് ആണ്. വെൻ ക്ലിക്ക്ഡ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ഗ്രീൻ ഫ്ലാഗ് ഉണ്ട്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതേപോലെ ഓരോന്നിനും ഓരോ യൂസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഡ് കളർ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മോഷന് ബ്ലൂ കളർ, ലുക്സിന് വയലറ്റ്, അങ്ങനെ ഓരോന്ന് കളറുണ്ട്. ഫസ്റ്റ് ഈവൻസ് ആണ്. ഈവൻസ് ക്ലിക്ക് ചെയ്യുക. ഈ വെൻ ക്ലിക്ക്ഡ് എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻറ്ററിലേക്ക് കൊണ്ടിടണം ആദ്യം. അപ്പോൾ വെൻ ക്ലിക്ക്ഡ് എന്നുള്ളത് ഇടുക. രണ്ടാമത്തത് കൺട്രോളിലാണ് കിടക്കുന്നത്. 4 അവർ എന്നൊരു ഓപ്ഷനാണ്. ഇതിനെ ഇങ്ങനെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വെൻ ക്ലിക്കിൻ്റെ ഏകദേശം അടുത്ത് എത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു സെലക്ഷൻ വരും. ഞാനിപ്പോൾ കൈ വിട്ടില്ല, ജസ്റ്റ് ഞാൻ ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കയറി അറ്റാച്ച് ആയിക്കോളും. അഥവാ നിങ്ങൾക്ക് അറിയാതെ അറ്റാച്ച് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വേണം അത് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല നിങ്ങൾ മുകളിൽ നിന്നാണ് ഇതിനെ ഊരാൻ നോക്കുന്നതെങ്കിൽ പറ്റില്ല, മൊത്തത്തിലാവും നീങ്ങുണ്ടാവും. അപ്പോൾ അഥവാ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയ അടിയിൽ നിന്ന് വേണം ഓരോന്ന് ഊരിയെടുക്കാൻ. ഇനി അടുത്തതിനകത്ത് വീണ്ടും മോഷൻ തന്നെയാണ്. അതിൽ പോയിൻ്റ് ഡയറക്ഷനാണ് തന്നേക്കുന്നത്. നോക്കി നോക്കാം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പോയിൻ്റ് ഡയറക്ഷനാണ്. ഞാൻ പോയിൻ്റ് ഡയറക്ഷൻ എടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ടത് സെലക്ഷൻ വരും. ഇനി പോയിൻ്റ് ഡയറക്ഷൻ 90 ഡിഗ്രിക്ക് പകരം ഇതിൽ കിടക്കണം എന്താ വെച്ചാൽ ഒരു ഗ്രീൻ കളറാണ്. അതൊരു കോഡാണ്, അതൊരു ഈവൻ്റാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ ഒരു സ്റ്റാർ കാണാൻ പറ്റുന്നുണ്ട്. ഈ 6ൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സ്റ്റാറാണ്. അത് എവിടെ നോക്കിയാൽ കാണാം. ആ പച്ച കളർ ഓപ്പറേറ്റേഴ്സിൽ, ഈ ഓപ്പറേറ്റേഴ്സിൽ ഫസ്റ്റ് 4 കിടക്കുന്നത് 4 തരമാണ്. ഒന്ന് പ്ലസ്, രണ്ടാമത്തെ മൈനസ്, ഒന്ന് സ്റ്റാറാണ്. സ്റ്റാർ ഇൻറ്റു ഗുണിക്കുന്നതിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഡിവിഷനാണ്, അതിന് സ്ലാഷാണ്. നമുക്ക് വേണ്ടത് ഗുണിക്കാനുള്ളതാണ്. അതിനെ നമ്മൾ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, മൂന്നാമത്തെയാണ് വേണ്ടത്, ആദ്യത്തെ കൊണ്ടിടരുത്, വർക്ക് ചെയ്യില്ല.
ഇനി അതിന് ഇടേണ്ടത് 90 ഡിഗ്രി എന്ന ആ ഒരു ഭാഗത്തേക്കാണ്. അത് നമുക്ക് ഈ ബ്ലോക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെലക്ഷൻ വരും. കണ്ടോ? ആ 90ൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു സെലക്ഷൻ, ആ സെലക്ഷൻ വരുമ്പോൾ കൈയെടുക്കുക. അഥവാ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ഒരു വേണ്ട സാധനം ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വലിച്ചതാ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നോളും. അപ്പോൾ നമ്മൾ ആ ഈ ഈവൻറ്റും വെച്ച് കഴിഞ്ഞു. ഇനി ആ ഈവൻറ്റിലേക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗം റൈറ്റ് സൈഡിൽ 6 കൊടുക്കേണ്ടത്. ഇതിൽ കിടക്കുന്ന കറണ്ട് എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. അതിൽ സെൻസിങ് എന്ന ഭാഗം എടുക്കുക. ശ്രദ്ധിക്കുക, സെൻസിങ് ആണ്. അതിലിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ച് താഴേക്ക് വെക്കുക. ഓപ്പറേറ്റേഴ്സിൻ്റെ തൊട്ട് മുകളിലായിട്ടുണ്ടാവും കറണ്ട് ഇയർ. ഈ കറണ്ട് ഇയർ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിലേക്ക് ഇടണം. അപ്പോൾ ഈ കറണ്ട് ഇയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ വെച്ചു. ഇനി കറണ്ട് ഇയർ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം? സെക്കൻഡ് ആക്കണം. ഈ ഇയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് ആക്കി. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സെലക്ഷൻ വരും. 6 എന്ന് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഡാണിതിൽ. ഈ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ ടൈമിൻ്റെ കറണ്ട് എടുത്തേക്കാണ്. ആ സെക്കൻഡ് സൂചി ഇൻറ്റു 6 ഡിഗ്രി വെച്ച് തിരിയണം. അതാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പച്ച ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ സെക്കൻഡ് സൂചി ഇവിടെ ഇപ്പോൾ ചലിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ ടൈം ഓടി തുടങ്ങി. ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ റെഡ് കൊടുക്കണം. ശ്രദ്ധിക്കണം, പച്ച അമർത്തി കഴിഞ്ഞാൽ ടൈം ഓടും, റെഡ് അമർത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയതിന് ശേഷം മാത്രമേ ഈ കമാൻഡ് കിടന്നതിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് അപ്പോൾ സെക്കൻഡ് സൂചി ഓടിക്കഴിഞ്ഞു. ഇനി ഇതിൽ പറഞ്ഞേക്കുന്നത് സെക്കൻഡ് സൂചി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ ഇൻസ്ട്രക്ഷൻ തന്നെ നമ്മൾ എന്തിന് കൊടുക്കണം? മിനിറ്റ് സൂചിക്കും കൊടുക്കണം. പക്ഷേ വ്യത്യാസം എന്താവും? സെക്കൻഡിന് പകരം എന്തായിരിക്കും? പിന്നെ മിനിറ്റാവും കൊടുക്കേണ്ടത്. വേറെ ഒന്നും വ്യത്യാസം വരില്ല. കൊടുത്തു നോക്കാം. ഇതിൽ മിനിറ്റ് ഹാൻഡിലെടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈവൻസ് എടുത്തു. പെൻ ക്ലിക്കഡ്, കൺട്രോൾ ഫോർ പിന്നുള്ളത് മോഷനിൽ തന്നെ പോയിൻ്റ് ഇൻ ഡയറക്ഷൻ, പിന്നെ സെൻസിങ്ങിലെ ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സിൽ 3ാമത്തതാണ്. അതിങ്ങനെ എൻ്റെ ഉള്ളിൽ വെച്ചു. സെൻസിങ്ങിൽ കറണ്ട് ഇയറാണ്. കറണ്ട് ഇയർ എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി, അത് മിനിറ്റാക്കി. ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, 6 ആക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഗ്രീൻ ഫ്ലാഗ് ഒന്ന് അമർത്തി നോക്കാം. ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 7:51 നോക്കിയാൽ സെക്കൻഡും ഇതും കറക്റ്റായി. ഇനി ബാക്കിയുള്ള ഭാഗം ചെയ്ത് നോക്കാം. ഇനി നമ്മളിതിൽ മണിക്കൂറിൻ്റെ സൂചിയാണ് ശരിയാക്കാനുള്ളത്. നോക്കി നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. റെഡ് കളർ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഹവർ ഹാൻഡിലെടുത്തു മണിക്കൂറിൻ്റെ സൂചി. അതിന് ഈ കോഡ് കൊടുത്താൽ പോരാ, അതിന് കുറേ മിക്സ് ചെയ്യണുണ്ട്. ഇതിൽ ഇത് കുറച്ചധികം കൊടുക്കേണ്ടി വരും. കാരണം വളരെ മെല്ലെ വേണം തിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കുറേ കോഡിങ്ങൾ അധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പെൻ ക്ലിക്കഡ് എടുക്കുക. ഇതിൽ ഈവൻസിൽ പെൻ ക്ലിക്കഡ് എടുത്തു. പിന്നെ കൺട്രോളിൽ നിന്ന് ഫോർ എടുത്തു. പിന്നെ കൊടുക്കാനുള്ളത് 2 ഈവൻറ്റുകൾ ഇതിൽ കൊടുക്കാനുണ്ട്. അത് നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആദ്യം ഒരു ബേസായിട്ടൊരു പ്ലസിൻ്റെ ഇവിടെ ഒരു പ്ലസ് കാണാം. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ആഡ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ ഇടത് ഭാഗത്ത് ഇൻറ്റുവിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, വലത് ഭാഗത്തും ഇൻറ്റു. അപ്പം മൊത്തത്തിൽ 3 ഈവൻറ്റുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പ്ലസ് ഇടാം. പോയിൻറ്റിങ് ഡയറക്ഷൻ നമുക്ക് ആദ്യം പോയിൻറ്റിങ് ഡയറക്ഷൻ എടുക്കാം. മോഷനിൽ പോയിൻറ്റിങ് ഡയറക്ഷൻ ഇട്ടു. എന്നിട്ട് ഓപ്പറേറ്റേഴ്സിൽ നിന്നും ആദ്യം നമുക്ക് ആ പ്ലസ് എടുക്കാം. ഈ ഒന്നാമത്തെ പ്ലസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടു. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ആദ്യം ആ പ്ലസ് അതിൽ കൊണ്ടിട്ടു. ഇനി ഇടത് ഭാഗത്തുള്ളത് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വലത് ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇടത് ഭാഗത്ത് എന്തൊക്കെയാണുള്ളത് നോക്കി നോക്കാം. പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഒരു ഈവൻ്റ് ഇടണം. ആ ഈവൻ്റ് എന്താണ്? ഇൻറ്റു ആണ്. നമുക്കിടാം. ഇത് മൂന്നാമത്തെയാണ്. ആ മൂന്നാമത്തെ ഓപ്പറേറ്ററിനെ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടു. അപ്പോൾ മൊത്തത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ലെഫ്റ്റിൽ എന്താണ് ഉള്ളത് നോക്കി നോക്കാം. ഓരോ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. അത് കറണ്ട് മണിക്കൂറാണ് കൊടുത്തേക്കുന്നത്. ഇൻറ്റു 30 നമുക്കത് തന്നെ കൊടുക്കാം. അതിൽ സെൻസിങ്ങിൽ കറണ്ട് ഇയർ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഒന്നാമത്തെ ബോക്സിൽ ഇട്ടിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കുക, ഇയർ എന്നുള്ളത് ഹവറാക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വലതുഭാഗത്ത് കുറേ വേണ്ടായുണ്ട് ഇടത്തോട്ടൊന്ന് നീക്കി വെക്കാം. അതിന് ഈ വെൻ ക്ലിക്കിഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മൊത്തത്തിൽ നീങ്ങും, അടിയിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മൊത്തം പോരും. അപ്പോൾ കറണ്ട് അവർ എന്നുള്ളത് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്? 30. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻറ്റു 30 എന്ന് കൊടുത്തു. ഇനി രണ്ടാമത്തേൽ അതേപോലെ, അടുത്തതിൽ ഇതേപോലൊരു ഇൻറ്റു കൊടുക്കണം. മിനിറ്റിൻ്റെ കൊടുക്കാം. നമ്മൾ പിക്ചർ ബ്ലോക്സ് എടുത്തു. ഇതിൽ ഇൻറ്റു മാർക്കിൻ്റെ മൂന്നാമത്തെയാണ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. വീണ്ടും സെൻസിങ്ങിൽ നിന്ന് നമ്മൾ കറണ്ട് ഇയർ എന്നുള്ളത് എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മിനിറ്റാക്കി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 0.5 എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അവർ സൂചിയും കൊടുത്തു, മിനിറ്റും സെക്കൻഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിന് അലാറം സെറ്റ് ചെയ്യാനാണ്. അത് സെറ്റ് ചെയ്യാനാണ് കുറച്ച് പണിയുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സെറ്റ് അലാറം എന്നുള്ളത് ഉൾപ്പെടുത്തണം. നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ചിത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. സെറ്റ് അലാറം എന്നുള്ളത് നമുക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ കോഡ് അത് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഫസ്റ്റ് നമുക്ക് അലാറം എന്നുള്ളത് സ്പ്രൈറ്റാണ്. അതിന് നമ്മൾ നേരത്തെ ഉൾപ്പെടുത്തിയ പോലെ ഇവിടുന്ന് ചൂസ് സ്പ്രൈറ്റ് എടുക്കുക. അലാറം ബട്ടൺ ഇതിൽ വേറെ ഇല്ല, അലാറം ബട്ടൺ മാത്രമേ ഉള്ളൂ. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് ചെറുതാക്കാം. സൈസ് എന്താക്കുക, നേരത്തെ പോലെ 50 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റടിക്കാം. ഈ അലാറത്തിനെ മെല്ലെ ഇവിടെ കൊണ്ട് വെച്ചു. ഇനി ഇതിൽ അവർ കൊടുത്തേക്കുന്ന അലാറം വെന്യൂ ക്ലിക്ക് അലാറം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ള കോഡിംഗ് ആണ് ഇതിൽ കൊടുക്കാനുള്ളത്. ആ കോഡിംഗ് അതേപോലെ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് കൊടുത്തേക്കുന്നത് വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈവൻസിൽ വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് മൂന്നാമത്തെയാണ് കേട്ടോ. ഇതിങ്ങനെ മെല്ലെ ഇവിടെ കൊണ്ടുവച്ചു, ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി വെച്ചു. ഇനി നമ്മളിതിൽ ആസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ചോദിക്കുക. അതിനകത്ത് കൊടുക്കേണ്ടത് എൻ്റർ അവർ ഇൻ 24 hour ഫോർമാറ്റ് ആൻഡ് വെയിറ്റ് എന്നാണ്. നമുക്ക് ഇടത് ഭാഗത്ത് സെൻസിങ് എടുക്കാം. സെൻസിങ്ങിൽ അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഓപ്ഷൻ ബ്ലൂ കളറാണ്, പക്ഷേ ബ്ലൂ കളറാണ്, ചിലപ്പോൾ ലൈറ്റ് കളറാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ഏകദേശം ആ കളറൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മോഷൻ്റെ കളറാണ് അതിൽ കൊടുത്തേക്കണേ. നമ്മൾ സ്വാഭാവികമായിട്ട് മോഷനിൽ തിരഞ്ഞു നോക്കും.
അപ്പോൾ അങ്ങനൊരു ടെക്സ്റ്റ് ബുക്കിലെ കളറിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ അത് സെൻസിങ്ങിലോ ഇതിലോ നോക്കിയാൽ മതി. പിന്നെ ഇതിൽ ആസ്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുക. ഇനി ഈ വാട്ട് ഈസ് യുവർ നെയിമിന് പകരം എന്താണ് ഇതിൽ പറഞ്ഞേക്കുന്നത്, എൻ്റർ അവർ ഇൻ 24 hour ഫോർമാറ്റ്. നമ്മൾ എൻ്റർ അവർ ഇൻ 24 hour ഫോർമാറ്റ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേപോലെ സംഭവം. അത് നമ്മൾ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കാണിച്ചിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ സെറ്റ് അവർ ടു ആൻസർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതേപോലെ ഒന്ന് കൊടുക്കാം, സെറ്റ് അവർ ടു ആൻസർ. ഇതിൽ സെറ്റ് അവർ ടു ആൻസർ കൺട്രോളിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം. വേരിയബിൾസിലാണ് ഉണ്ടാവുക. ഇതിലെ ഒരു വ്യത്യാസമുണ്ട്, വേരിയബിൾസിലാണ് ഇതിൽ കിടക്കുന്നത്. ഇതിൽ സെറ്റ് അവർ ടു ആൻസർ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് വേരിയബിൾ ടു 0 എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് ഇതേപോലെ കൊടുക്കാം. ഈ വേരിയബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ ഉണ്ടാക്കണം. അപ്പോൾ മേക്ക് എ വേരിയബിൾ എടുത്തിട്ട് അവർ എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വേരിയബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കിട്ടും. നമ്മൾ വേരിയബിൾ ഉണ്ടാക്കിയാൽ തന്നെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ട് അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. സെറ്റ് അവർ ടു 0 എന്നാണ് കിടക്കുന്നത്. ഇനി അടുത്തത് ആൻസർ എന്നാണ് കൊടുത്തേക്കുന്നത്. ആൻസർ എന്നുള്ളത് നമുക്കിതിൽ ഉണ്ടാവില്ല. നമ്മളതും ഇതേപോലെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആൻസർ എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇതിൽ ആൻസർ എന്നുള്ളത് ഇതിലുണ്ട്, നമ്മളിതിൽ വെക്കുകയാണ്. ഇനി അവർ ടു ആൻസർ കൊടുത്തു. ഇനി അടുത്തത് ആസ്ക് ഡാഷ് ആൻഡ് വെയിറ്റ്. ഇതിൽ എൻ്റർ മിനിറ്റ് എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഫങ്ഷൻ തന്നെയാണ്. ഇതിൽ ആസ്ക് വാട്ട്സ് യുവർ നെയിം എന്നുള്ളത് അടിയിൽ കൊണ്ടുവച്ചു. ഇവിടെ എൻ്റർ മിനിറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതേപോലെ വീണ്ടും സെറ്റ് മിനിറ്റ് ടു ആൻസർ എന്നാക്കണം. അപ്പോൾ നമുക്കതും ഇതേപോലെ ഒരു വേരിയബിൾ ഉണ്ടാക്കണം. ഞാൻ മേക്ക് എ വേരിയബിളിൽ മിനിറ്റ് എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഈ സെറ്റ് ടു 0 എന്നുള്ളത് ഇതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തു. അവർ എന്നുള്ളത് മാറ്റിയിട്ട് മിനിറ്റ് ആക്കി. വീണ്ടും നമ്മൾ ആ സെൻസിങ്ങിൽ ആൻസർ ഉണ്ട്. ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ ആൻസർ എന്നുള്ളത് ഇവിടെ കൊടുത്തു. ഇതേപോലെ വേരിയബിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് വെയിറ്റ് അൺടിൽ എന്നൊരു ഓപ്ഷനുണ്ട്, നോക്കാം. ഇതിൽ കൺട്രോളിൽ വെയിറ്റ് അൺടിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു, അടിയിൽ വെച്ചു. ഈ ഒരു ബോക്സിലുണ്ടാവും. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസാണ്. അതിൽ ഈക്വൽ ടു ആണ് ഇതിൽ ലെഫ്റ്റ് സൈഡ് വരുന്നത്, പിന്നെ ആൻഡും വരുന്നുണ്ട്. അതേപോലെ വേരിയബിൾസ് നമ്മുടെ ഓപ്പറേറ്റേഴ്സിലുണ്ടാവും. ഇങ്ങനത്തെ വേരിയബിൾസാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ആൻഡ് എന്ന് പറഞ്ഞൊരു വേരിയബിളാണ്. അപ്പോൾ നമുക്കത് ഇവിടെ ഒരു
ആൻഡ് എന്ന് പറഞ്ഞ വേരിയബിളിനെ മെല്ലെ ആൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടു. ഇനി ലെഫ്റ്റ് ഭാഗത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളാണ്. അത് ഓരോന്ന് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു 50 എന്ന് കാണാം. അത് നോക്കണ്ട, നമുക്ക് ഈക്വൽ ടു ആണ് വേണ്ടത്. അത് നമുക്ക് ഈക്വൽ ടു എടുത്തിട്ട് ഇടത് ഭാഗത്തുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് കൊടുത്തു. ഇനി ഇടത് ഭാഗത്ത് അവറാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിരുന്നു, അവർ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അത് ഇതിൽ കൊടുക്കണം. എന്നിട്ട് നമ്മളിതിൽ വീണ്ടും വന്നു ആ അവർ വേരിയബിൾസിൽ ഈ അവർ എന്നുള്ളത് ഇവിടുന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന കറണ്ട് ഇയർ എന്നുള്ളതിന് അവറാക്കി കൊടുക്കണം. നമ്മളിതിൽ സെൻസിങ്ങിൽ കറണ്ട് ഇയർ എന്നുള്ളത് മെല്ലെ ക്ലിക്ക് ചെയ്ത് ആ 50ൻ്റെ ഉള്ളിലേക്കായിട്ട് മെല്ലെ കൊണ്ടിട്ടു. ഇനി നമുക്ക് അതിനെ എന്താക്കണം, അവറാക്കണം, മണിക്കൂറാക്കണം. അപ്പോൾ ഇയർ മാറ്റിയിട്ട് അവറാക്കണം, മിനിറ്റാക്കി അവറാക്കി. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഏകദേശം കംപ്ലീറ്റ് ആയി. അവറൊന്നും കൊടുത്തു, ഇവിടെ അവറൊന്നും കൊടുത്തു. ഇനി അടുത്തത് എന്താ വെച്ചാൽ ഇതിൽ റൈറ്റ് സൈഡിൽ അതേപോലെ ഈക്വൽ ടു മിനിറ്റിനെ മിനിറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതേപോലെ ഒരു വേരിയബിൾ ഈക്വൽ ടു എന്നുള്ള വേരിയബിൾ എടുക്കണം. ആ ഈക്വൽ ടു എന്നുള്ള വേരിയബിൾ എടുത്ത് ആൻഡിൻ്റെ വലതുഭാഗത്തുള്ള ആ ഒരു ഹോളിലേക്ക് ഇടുക. ഇനി നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ വേരിയബിൾസ് ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. അതിൽ മിനിറ്റ് എന്നുള്ളത് എടുത്തിട്ട് ആൻഡ് കഴിഞ്ഞുള്ള ഫസ്റ്റ് ബോക്സിലേക്ക് ഇടുക. പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, സെൻസിങ്ങിൽ കറണ്ട് ഇയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഇത് ലേശം കൂടെ നീക്കി വെച്ചാൽ കാണാൻ പറ്റും. ഇനി ഇതിൽ ഇയർ എന്ന് മാറ്റിയിട്ട് എന്താക്കണം, നമ്മൾ മിനിറ്റ് ആക്കണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ബ്രോഡ്കാസ്റ്റ് അലാറം എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റ് എന്താക്കണം, അലാറം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കളർ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല, ഒന്ന് തിരഞ്ഞു നോക്കിയാൽ കിട്ടും. ഈവൻസ് ആവും. ഈവൻസിൽ ബ്രോഡ്കാസ്റ്റ് ഫസ്റ്റ് കിടക്കുന്നതാണ്. അത് ഞാനിവിടെ കൊണ്ട് വെച്ചു. ബ്രോഡ്കാസ്റ്റ് എന്നുള്ളത് എന്താണ് കൊടുക്കേണ്ടത്, അലാറമാണ്. അപ്പോൾ നമ്മൾ മെസ്സേജിന് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ മെസ്സേജ് ആയിട്ടാണ് ഇതിൽ കൊടുക്കേണ്ടത്. ന്യൂ മെസ്സേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, അലാറം എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ബ്രോഡ്കാസ്റ്റിൻ്റെ ഇവിടെ എന്ത് ചെയ്യുക, അലാറം എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് റിപ്പീറ്റ് ടു എന്ന് കൊടുക്കുന്ന ഓപ്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ റിപ്പീറ്റ് ഇല്ല, താഴേക്ക് പോയാൽ 10 സെക്കൻഡ്സ് എന്നുള്ളത് അതെടുത്തിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് കൊണ്ടിടുക. ഈ 10 മാറ്റിയിട്ട് 2 ആക്കുക. 10 മാറ്റിയിട്ട് 2 ആക്കുക. ഇനി അടുത്തത് റിപ്പീറ്റ് ടു എന്ന് കൊടുത്തതിന് ശേഷം പ്ലേ സൗണ്ടാണ്. നമുക്കതിൽ പ്ലേ സൗണ്ട്സ് എടുത്താൽ പ്ലേ സൗണ്ട് എന്നുള്ളത് കൊടുക്കാം. അൺടിൽ ഡൺ ആണ്. അപ്പോൾ പ്ലേ സൗണ്ട് അൺടിൽ ഡൺ എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡും ഇതും ഉണ്ട്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. സൗണ്ട് ഉൾപ്പെടുത്താനാണ് ഏറ്റവും അതായത് നമുക്കിതെന്താ വെച്ചാൽ നമുക്ക് സൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഡാൻസ് മാജിക് എന്ന് പറഞ്ഞ സൗണ്ട് നമുക്കിതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണം, അതായത് ഈ സൗണ്ട്സിൽ ആഡ് ചെയ്യണം. സൗണ്ട്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇടത് ഭാഗത്ത് ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഇതിൽ അപ്ലോഡ് സൗണ്ട് അല്ലെങ്കിൽ സർപ്രൈസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ അപ്ലോഡ് സൗണ്ട് ക്ലിക്ക് ചെയ്താൽ ഉൾപ്പെടുത്താനുള്ള ഓപ്ഷനാണ്. നമുക്കിതിൽ ചൂസ് എ സൗണ്ട് ക്ലിക്ക് ചെയ്യാം. ചൂസ് എ സൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇതെല്ലാം കൂടി തിരഞ്ഞു നോക്കുന്നതിനെക്കാട്ടിലും എളുപ്പം നമ്മളിവിടെ സെർച്ചിൻ്റെ അവിടെ
ഡാൻസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വേണ്ടത് ഡാൻസ് മാജിക്കാണ്. അപ്പോൾ ഡാൻസ് മാജിക് ഇതാ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, നടുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഡാൻസ് മാജിക് എന്നുള്ളത് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഈ ബ്ലോക്സിലേക്ക് പോകണം. ബ്ലോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻസ് മാജിക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അലാറത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മുടെ ടൈം 20:10. ഇപ്പോൾ ഞാനിവിടെ അലാറത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. സമയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 20 കൊടുത്തു, എൻ്റർ അടിച്ചു. പിന്നെ ചോദിക്കുന്നത് എൻ്റർ മിനിറ്റാണ്. അപ്പോൾ നമുക്ക് 11 കൊടുത്തു നോക്കാം. ഇപ്പോൾ 10 എൻ്റെ ഇതിനായിട്ട് ടൈം. ഞാൻ 11 കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ കറക്റ്റ് 8:11 ആകുമ്പം അലാറം അടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് വെറുതെ ആവും. അപ്പോൾ നമ്മുടെ അലാറം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റോപ്പ് അമർത്തുക. ഇങ്ങനെയാണ് നമ്മളിതിൽ ഒരു പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്.